വേൾഡ് എക്കണോമിക് ഫോറം WEF മീറ്റിംഗ് ഡാവോസിൽ വെച്ച് ജനുവരി മാസം 19-ാം തീയതി മുതൽ ജനുവരി മാസം 23-ാം തീയതി വരെ നടക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായും റഷ്യ ഉക്രൈൻ യുദ്ധം സംബന്ധിച്ചത്. 800 ബില്യണോളം വരുന്ന ഉക്രൈന്റെ റീകൺസ്ട്രക്ഷൻ പ്ലാൻ. ഇത് UK, ഫ്രാൻസ്, അമേരിക്ക, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ, നാറ്റോ അലയൻസ്, കൊലീഷൻ ഓഫ് വില്ലിംഗ് എന്ന സംഘടന, അതായത് ഉക്രൈനെ സഹായിക്കാൻ ഒന്നിച്ചു ചേർന്ന രാജ്യങ്ങൾ, ഇവരെല്ലാവരും ചേർന്ന് ഈ ഫണ്ടിംഗ് നൽകാൻ പോകുന്നതായി അനൗൺസ് ചെയ്തിരുന്നു. അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഡാവോസ് മീറ്റിംഗിൽ ഈ എല്ലാ രാജ്യങ്ങളുടെയും നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചതിന് ശേഷം ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അടുത്തൊരു അറിയിപ്പ് വരുന്നതുവരെയും ഇതിപ്പോ ഹോൾഡ് ചെയ്തതായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഉക്രൈന് വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ നിലപാട് അവിടെ വ്യക്തമായി മാറുന്നുണ്ട്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം റഷ്യ ഉക്രൈനെ സംബന്ധിക്കുന്ന ചില അപ്ഡേറ്റ്സ് കാണാം. അറിഞ്ഞതിന് ശേഷം ഈ മീറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉക്രൈനിലുള്ള 60% പ്രദേശങ്ങളിൽ ഇപ്പോൾ വൈദ്യുതി ഇല്ല. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനോ ജനങ്ങളിൽ ഒരു ആക്രമണം നടത്തണമെന്നുള്ളതോ ഞങ്ങളുടെ ഉദ്ദേശം അല്ല. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പിന്നിൽ ഒളിച്ചു നിന്നുകൊണ്ട് അവർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പാർട്ട്മെന്റ്സിനടുത്ത് ആന്റി എയർക്രാഫ്റ്റ് മിസൈൽസ് കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ഹൈമാസ് ലോഞ്ചേഴ്സ് കൊണ്ടുപോയി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വയ്ക്കുക, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൈദ്യുതി എടുത്തുകൊണ്ട് അവരുടെ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിലേക്ക് മാറ്റുക. ഇതിനെല്ലാം ഞങ്ങളൊരു അവസാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ദിവസം മുൻപ് പോലും ഹൈമാസിനെ സാബ്രൂസേഷ്യ ഫ്രണ്ടിൽ വെച്ച് നശിപ്പിച്ചിരുന്നു. അത് നശിപ്പിച്ച സ്ഥലം എന്നത് ഒരു ജനവാസ കേന്ദ്രത്തിനടുത്തായിരുന്നു. അതായത് ആ മിസൈൽ ലോഞ്ച് ചെയ്തത് കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശത്തായിരുന്നു. അതിനുശേഷം അതിനെ വാഹനത്തിൽ വെച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ അതിനെ നശിപ്പിച്ചതെന്നും പറഞ്ഞു. എപ്പോഴത്തെയും പോലെ ഓരോ രാജ്യവും അവർ ചെയ്യുന്ന ആക്രമണങ്ങളെ ജസ്റ്റിഫൈ ചെയ്യും. റഷ്യയും അതുപോലെ തന്നെയാണ്. അവർ ചെയ്ത ആക്രമണത്തെ ഇവിടെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉക്രൈൻ ഇതൊന്നും ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. 2022-ൽ ഈ ഇൻവേഷൻ ആരംഭിച്ച അന്ന് മുതൽ തന്നെ പാട്രിയോട്ട് മിസ്ഫയറായി അവരുടെ വീട്ടിൽ തന്നെ വീണിരുന്നു. മറ്റൊരിടത്ത് S-300 ഇതുപോലെ മാൽ ഫംഗ്ഷനായി തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് വീണു. അപ്പോൾ ഉക്രൈനും അവരുടെ ടാക്ടിക്സ് അതിനനുസരിച്ചതുപോലെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റഷ്യ ചെയ്തിട്ടുള്ള ഈ ഒരു ആക്രമണം സർക്കാരിനെ ഹേർട്ട് ചെയ്യുക എന്നതിലുപരി നേരിട്ട് ജനങ്ങളെ തന്നെ ഇവിടെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ 60% വീടുകളിൽ വൈദ്യുതി ലഭ്യമല്ല എന്ന ആ ഒരു വസ്തുത. ഇന്നലെ രാത്രി മാത്രം റഷ്യ 40-ലധികം മിസൈലുകളെ സെൻട്രൽ ഉക്രൈനെ ലക്ഷ്യം വെച്ച് ആക്രമിച്ചിട്ടുണ്ട്. സമീപകാലത്ത് നടന്ന ഒരു മോശം ആക്രമണമായി ഇത് മാറിയിട്ടുണ്ട്. ഇത്തവണ റഷ്യ ഏത് തരത്തിലുള്ള ആർമി ഫെസിലിറ്റിയും ആക്രമിച്ചിട്ടില്ല. മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫെസിലിറ്റി അല്ലെങ്കിൽ ഡിഫൻസ് ഇൻഡസ്ട്രീസ് ഒന്നിനെ തന്നെ ആക്രമിച്ചിട്ടില്ല. ഈ 40 മിസൈൽസും ഉക്രൈൻ എവിടെയെല്ലാമാണോ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഏതൊക്കെ സ്ഥലങ്ങളാണോ ഉള്ളത് അതിനെ മാത്രമാണ് ലക്ഷ്യം വെച്ച് ആക്രമിച്ചത്. ഒരേ ഒരിടത്ത് ഈ നിപ്രോയിൽ ഒരു കമാൻഡ് യൂണിറ്റിനെ മാത്രം ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യ ക്ലിയർ കട്ടായി അവരുടെ സ്ട്രാറ്റജിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഉക്രൈനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ ആക്രമിക്കുന്നതിലൂടെ. മറ്റൊരു പാരലായി സെലൻസ്കി ഡൊണാൾഡ് ട്രംപിനെ മീറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള യാതൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം വരെയും ഡാവോസിൽ വെച്ച് സെലൻസ്കിയുമായി ചേർന്ന് ആരെല്ലാമാണോ ട്രംപിനെ മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് അവരെല്ലാവരും ഇപ്പോൾ ഉക്രൈനിൽ തന്നെയാണ്. അവർ ചിന്തിക്കാമെങ്കിൽ പോകാം. പക്ഷെ ലാസ്റ്റായി വന്ന അപ്ഡേറ്റ് അനുസരിച്ച് ആരും ഇപ്പോൾ വരെയും ഉക്രൈനിൽ നിന്നും തിരിച്ചിട്ടില്ല. അടുത്ത ഡാവോസിൽ നടന്ന മീറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. ഈ വേൾഡ് എക്കണോമിക് ഫോറം എന്നത് വളരെ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു മീറ്റിംഗ് ആയി മാറുകയാണ്. കാരണം ലോകത്തിലെ ഉയർന്ന നേതാക്കൾ, അവരുടെ ഇൻവോയ്സ് അല്ലെങ്കിൽ അധികാരികൾ, 160-ലധികം വ്യക്തികൾ എല്ലാവരും ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഇതിന്റെ സൈഡ് ലൈനിൽ കൂടുതലായി പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നു ഈ പ്രോസ്പെരിറ്റി പ്ലാൻ. ഇത് യൂറോപ്യൻ യൂണിയൻ, പ്രധാനമായും ഫ്രാൻസ്, UK പോലുള്ള രാജ്യങ്ങൾ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ഉക്രൈന്റെ റീകൺസ്ട്രക്ഷൻ ആണ്. ഇപ്പോൾ ചെറിയൊരു ഡാറ്റ പറയാം. ഇതറിഞ്ഞാൽ മാത്രമേ ഈ ഒരു പദ്ധതി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ഉക്രൈന് ഇത് എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഇതിനകം ഞാൻ പറഞ്ഞിരുന്നു, ഉക്രൈനുള്ളിൽ 13 മില്യൺ വീടുകൾ, ആവറേജ് നോക്കിയാൽ 13 മില്യണിൽ അധികം വീടുകളുണ്ട്. 1,30,00,000 വീടുകൾ. ഈ 1,30,00,000 വീടുകളിൽ ഒക്യുപ്പൈഡ് റീജിയൻ എന്നത് ഒഴിവാക്കപ്പെട്ടതാണ്. അത് റഷ്യയ്ക്ക് സ്വന്തമായ പ്രദേശമാണെന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു അറിയിപ്പ് വരാം. അത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യണമെന്ന ആവശ്യം ഉക്രൈനില്ല, അല്ലെങ്കിൽ ഉക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ ഉദ്ദേശമേ അല്ല. ഈ 4 പ്രവശ്യകൾ ഒഴികെ ബാക്കിയുള്ള ഉക്രൈനിൽ 1,30,00,000 വീടുകളുണ്ട്. ഇതിൽ പെർമനന്റായി ബാധിക്കപ്പെട്ട വീടുകൾ, അതായത് നശിച്ച വീടുകളുടെ എണ്ണം മാത്രം 22,45,000-ലധികം. അതായത് ഇത്രയധികം വീടുകൾ പൂർണ്ണമായി നശിച്ചു. ഇനി ഇത് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ കഴിയില്ല. പാർഷ്യലി ഡാമേജ് ആയ വീടുകളുടെ എണ്ണം മാത്രം 6,00,000-ലധികമാണ്. അതുപോലെ സർക്കാരിന് സ്വന്തമായ സ്ഥലങ്ങൾ, സർക്കാരിന് ഈ വരുമാനം നൽകുന്ന ഇടങ്ങൾ, ഈ ലീവ് പ്രദേശങ്ങളിൽ പോലും ഒരുപാട് ഗ്യാസ് സ്റ്റോറേജ് ഫെസിലിറ്റീസിനെ അടിച്ചു.
ഇങ്ങനെ ഒരുപാടിടങ്ങളിൽ ഡിഫൻസ് ഇൻഡസ്ട്രീസിനെ പോലെ നശിപ്പിച്ചു. തുരങ്കങ്ങളെല്ലാം റഷ്യ കൈപ്പറ്റി. ഇവയെല്ലാം റീകൺസ്ട്രക്ട് ചെയ്യണം. ഇവയെല്ലാം ഉക്രൈനിൽ പഴയതുപോലെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു റവന്യൂ സോഴ്സ് ഉണ്ടാക്കണം. അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വാസസ്ഥലം അവിടെ ഉണ്ടാകണം. ഇവയ്ക്കെല്ലാം ഇവരുടെ പക്കലുള്ള മിനിമം എസ്റ്റിമേഷൻ എന്നത് 189 ബില്യൺ, അതായത് വീടുകൾ പണിയാൻ വേണ്ടിയും അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിനും ഇത്രത്തോളം പണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ആവശ്യമായി ഈ എക്കണോമിക് റിസോഴ്സ് ഉണ്ടാക്കണം. അകത്ത് തുരന്തങ്ങൾ പുതുതായി നിർമ്മിക്കുക, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതോ, ഇവയെല്ലാം ചേർക്കുകയാണെങ്കിൽ 800 ബില്യണിലധികം പ്രോസ്പെരിറ്റി പ്ലാൻ കൊണ്ടുവന്നു. ഇത് മുന്നിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്നത് UK, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ് ഒക്കെ ആയിരുന്നു. ഇതിൽ ഏറെ ശ്രമമെടുത്തത്, എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് ചേർക്കാൻ ഒരുപാട് ശ്രമിച്ചത് ഫ്രാൻസ് ആയിരുന്നു. ഈ പദ്ധതി അങ്ങനെ അനൗൺസ് ചെയ്തു. മാത്രമല്ല ഇതിൽ മേജർ ഫണ്ട് പ്രൊവൈഡർ ആയിട്ടുള്ളതും ഫ്രാൻസും UKയുമാണ്. കാരണം അടുത്തിടെ പോലും നമ്മൾ അറിഞ്ഞതാണ്, അമേരിക്ക ഉക്രൈനിൽ നിന്നും എടുത്തതുപോലെ ചില $1 ട്രില്യൺ പ്രകൃതി വിഭവങ്ങൾ ഉക്രൈനിൽ നിന്നും എടുക്കാനുള്ളൊരു പദ്ധതി ഫ്രാൻസിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ചില ഫണ്ട് കൊണ്ടുപോയി അകത്ത് കൊടുത്താൽ മാത്രമേ അവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ എടുക്കാൻ കഴിയൂ എന്നുള്ളത് ഈ രാജ്യങ്ങൾക്കറിയാം. അമേരിക്ക ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പാർട്ടായിരുന്നു അകത്തേക്ക് വന്നത്. എന്നാൽ അവരിവിടെ എത്ര ചിലവ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ഷെയർ ഇവിടെ എത്ര ഉണ്ടെന്നുള്ളത് ഇപ്പോൾ വരെയും അറിയില്ല. ഇന്നലെ ഈ ഒരു മീറ്റിംഗിൽ ഈ ഒരു ഫണ്ട് സൈൻ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഗ്രീൻലാൻഡിന്റെ ഈ ഒരു പ്രശ്നം കാരണമായി കാണിച്ചുകൊണ്ട് ഇതിനെ സൈൻ ചെയ്തില്ല. കാരണം ഈ വേൾഡ് എക്കണോമിക് ഫോറമിൽ നാറ്റോ ഉണ്ട്, കൊലീഷൻ ഓഫ് വില്ലിംഗ് ഇതിലുണ്ട്, യൂറോപ്യൻ യൂണിയനും ഇതിലുണ്ട്. പക്ഷേ നാറ്റോയിൽ കൊലീഷൻ ഓഫ് വില്ലിംഗിലുള്ള എല്ലാ രാജ്യങ്ങളും കാണുകയില്ല. യൂറോപ്യൻ യൂണിയനിൽ നാറ്റോയിലുള്ള എല്ലാ രാജ്യങ്ങളും ഉണ്ടാവുകയില്ല. ഇനി കൊലീഷൻ ഓഫ് വില്ലിംഗിൽ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളും ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ ഐഡിയോളജി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ 3 വിഭാഗത്തിനും ഇടയിൽ ഒരു ഐക്യം ഉണ്ടാകാത്തത് കൊണ്ട് ഈ ഒരു പ്ലാൻ ഇപ്പോൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഹോൾഡിൽ പോവുക എന്നതൊരു സാധാരണ കാര്യമേ അല്ല. ഇതാണ് ഉക്രൈൻ ഇത്രയും നാളും വിശ്വസിച്ചു കൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഫണ്ടിങ് വരും. അവർ എൻ്റെ രാജ്യത്ത് നിന്നും എന്തെടുത്താലും എനിക്ക് പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ് എനിക്കൊരു റവന്യൂ ജനറേറ്റ് ആകണം. ഇതിനുശേഷം എൻ്റെ രാജ്യം യുദ്ധത്തിന് മുൻപ് എങ്ങനെ ആയിരുന്നു അതുപോലെ പ്രവർത്തിക്കാൻ ആവശ്യമായ സഹായം വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ എപ്പോഴാണോ ഇതിനെ ഹോൾഡ് ചെയ്തത്, അപ്പോൾ ഉക്രൈന് ഇതിനോടുണ്ടായിരുന്ന ഒരു വിശ്വാസം പതിയെ പതിയെ മാറാൻ തുടങ്ങി. ഇത് ഹോൾഡ് ചെയ്യാൻ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട റീസൺ, നാറ്റോയ്ക്കുള്ളിൽ അത്ര വലിയ പ്രശ്നമുണ്ട്. 800 ബില്യൺ എന്നത് സാധാരണ ഒരു ഇൻവെസ്റ്റ്മെന്റേ അല്ല. ഓരോ രാജ്യത്തിന്റെയും ഡിഫൻസ് ബഡ്ജറ്റ് തന്നെ 30 ബില്യൺ 40 ബില്യൺ ഒക്കെ ഉള്ളൂ. ഫ്രാൻസ് ഒക്കെ 100 ബില്യണിനുള്ളിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ഈ 800 ബില്യൺ എന്ന ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് മറ്റൊരു കൺട്രിയിൽ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ടാകണം. ഇപ്പോൾ അമേരിക്ക ഗ്രീൻലാൻഡിനെ അവരുടെ ഫോഴ്സ് ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ പോവുകയാണ്. അവർ തന്നെ ഒരുപാടിടങ്ങളിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പുറത്തുവിടുന്നുണ്ട്. ഇതൊരു ഡീസ്റ്റെബിലൈസേഷൻ ഉണ്ടാകും. ഇപ്പോൾ അമേരിക്ക ഉക്രൈനിൽ ഒരു 100 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു, എനിക്കിതൊന്നും ആവശ്യമില്ല, നിങ്ങൾ തന്നെ നോക്കുക എന്നും പറയുന്നു. അപ്പോൾ പിന്നെ ഈ 800 ബില്യൺ പ്രോജക്റ്റിൽ 100 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടിൽ ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും അവിടെ ആവശ്യമായി വരും. അപ്പോൾ ഇവർ കൊടുത്ത എല്ലാ എമൗണ്ടും അവിടെ ലോസായി മാറും. ഇത്രത്തോളം ഒരു സാമ്പത്തിക നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞാണ് അതിനെ ഹോൾഡ് ചെയ്തത്. അപ്പോൾ ആര് എവിടെ എന്ത് തീരുമാനം എടുത്താലും അവസാനം അത് ഉക്രൈന് മാത്രമാണ് ഒരു തിരിച്ചടിയായി മാറുക. ഇത് എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല. വീണ്ടും ഉക്രൈന് സഹായം ഫ്രാൻസിൻ്റെ പക്കൽ നിന്നാണ് കൂടുതലായും വരുന്നത്. എന്നാൽ ഇങ്ങനെ വരുന്ന ഈ പദ്ധതികൾ നീണ്ടുപോകുന്നു. അല്ലെങ്കിൽ അമേരിക്ക ഇതിൽ നിന്നും പതിയെ പതിയെ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഉക്രൈനെ അമേരിക്ക ഒഴിവാക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. കൂടാതെ ഇവിടെ ഒരുപാട് പേർക്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 2025 ഒക്ടോബർ മാസത്തിന് ശേഷം കൂടുതൽ ഇൻ്റലിജൻസ് ഷെയറിംഗ് അമേരിക്ക ഉക്രൈനിലേക്ക് നൽകിയിട്ടില്ല. 2025 മുൻപ് ഉക്രൈൻ റഷ്യ ആക്രമിച്ച രീതിയും 2025 ഒക്ടോബർ മാസത്തിന് ശേഷം റഷ്യയ്ക്കുള്ളിൽ ഉക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. അളവുകൾക്കെല്ലാം ഒരുപാട് ചേഞ്ച് ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. ഉക്രൈനെ എല്ലാ രീതിയിലും അമേരിക്ക ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.